നമസ്കാരം. വൻ ആവേശത്തോടെയാണ് കേരളത്തിലെ ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരവേറ്റത്. CPM ഭരണത്തിനെതിരെ ജനം വിധി എഴുതിയെങ്കിലും കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. 20 ലോക്സഭാ സീറ്റുകളിലായി 9 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. എന്നാൽ വിജയം ഇവർക്കെല്ലാം അകലെയായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ MLAയുമായ KK ശൈലജയുടെ തോൽവിയായിരുന്നു ഇതിൽ ഏറ്റവും ചർച്ചയായത്. കേരളം നെഞ്ചിലേറ്റിയ ടീച്ചറമ്മയുടെ തോൽവി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ശൈലജയുടെ തോൽവിക്ക് കാരണമായത്. കോൺഗ്രസിന്റെ യുവരക്തം ഷാഫി പറമ്പിലിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി ജയിക്കുമ്പോൾ ശൈലജയുടെ തോൽവിക്ക് കാരണമായത് സ്വന്തം പാർട്ടി തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയ ആനി രാജയാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥി. 3,64,422 വോട്ടുകളുമായി രാഹുൽ വയനാട്ടിൽ വിജയം നേടിയപ്പോൾ 2,83,023 വോട്ടുകളുമായി ആനി രാജ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ 3ാം സ്ഥാനത്താക്കിയാണ് ആനി രാജ 2ാം സ്ഥാനത്തെത്തിയത്. രമ്യ ഹരിദാസ് ആണ് വിജയത്തിൽ നിന്നും അകന്നുമാറിയ മറ്റൊരു സ്റ്റാർ സ്ഥാനാർത്ഥി. ആലത്തൂരിലെ സിറ്റിംഗ് MP ആയിരുന്നു രമ്യ ഹരിദാസ്. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയും ഒരു വനിതയായിരുന്നു TN സരസു. ഇടതുപക്ഷത്തിന് കേരളത്തിലാകെ വിജയിക്കാൻ പറ്റിയ ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ രമ്യ പരാജയമറിയുകയായിരുന്നു. BJPയുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിലെ തീപ്പൊരി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാനായിരുന്നു വിധി. എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ, BJPയുടെ സ്ഥാനാർത്ഥികളായ നിവേദിത സുബ്രഹ്മണ്യൻ, ML അശ്വിനി, ഇടുക്കിയിലെ BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവരാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിഞ്ഞ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ.